നമ്മളിൽ പലരും ഒരുപക്ഷെ ഒരു കാരണവുമില്ലാതെ കരച്ചിൽ വരുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവും. ഇതിനെ വൈകാരികമായ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസ്, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാം. പലപ്പോഴും ഇതിന് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എന്നാൽ ഇതിന് പിന്നിൽ ചില ശാരീരികവും മാനസികവുമായ കാരണങ്ങളുണ്ടാവാം. ഒരു വ്യക്തമായ കാരണം കൂടാതെ കരച്ചിൽ വരുന്നതിന് പല ഘടകങ്ങളും കാരണമായേക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് നോക്കാം. ഒരു വ്യക്തമായ കാരണം കൂടാതെ കരച്ചിൽ വരുന്നതിന് പല ഘടകങ്ങളും കാരണമായേക്കാം. ഒന്നാമത് മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ്. നമ്മൾ തിരിച്ചറിയാതെ പോലും നമ്മളെ ബാധിക്കുന്ന സമ്മർദ്ദങ്ങൾ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാവാം. ഇത് പെട്ടെന്നുള്ള സങ്കടങ്ങൾക്കും നിയന്ത്രണമില്ലാത്ത കരച്ചിലിനും ഇടയാക്കും. ജോലിയിലെ സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന കാര്യങ്ങളും ഇതിലേക്ക് നയിക്കാം. ഉത്കണ്ഠയും വിഷാദവും, ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഉത്കണ്ഠയും വിഷാദവും ഉള്ളവരിൽ ഇത്തരം മൂഡ് സ്വിങ്സ് സാധാരണമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രതികരിക്കുക, നിസ്സാര കാരണങ്ങൾക്ക് കരയുക, എല്ലാത്തിലും നിരാശ തോന്നുക, മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയുക തുടങ്ങിയവ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. ഉത്കണ്ഠയുള്ളപ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ. സ്ത്രീകളിൽ ഹോർമോൺ മാറ്റങ്ങൾ ഇത്തരത്തിൽ വൈകാരികമായ അസന്തുലിതാവസ്ഥയ്ക്ക് വലിയ കാരണങ്ങളുമാവാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്ന ചില അസുഖങ്ങളാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പോലുള്ളവ മാനസികാവസ്ഥയെ ബാധിച്ചേക്കാം. തൈറോയ്ഡ് ഹോർമോണിലെ വ്യതിയാനങ്ങൾ വിഷാദ രോഗത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും കാരണമാവാം. മറ്റ് ചില ന്യൂറോളജിക്കൽ അവസ്ഥകളും ഇതിന് കാരണമായേക്കാം. പോഷകാഹാരക്കുറവും നോക്കണം. അതായത് ചില പോഷകങ്ങളുടെ കുറവ്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി പോലുള്ള പോഷകങ്ങളുടെ കുറവും ഇത്തരത്തിന് കാരണമാവാം. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ. ചിലപ്പോൾ നമ്മൾ പല വികാരങ്ങളും ദേഷ്യം, സങ്കടം, നിരാശ, ഭയം ഇവയെല്ലാം പുറമേ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കി വയ്ക്കാറുണ്ട്. ജോലി സ്ഥലത്തോ കുടുംബത്തിലോ സാമൂഹിക ചുറ്റുപാടിലോ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവ ഒരു പരിധി കഴിയുമ്പോൾ അപ്രത്യക്ഷമായി പൊട്ടിത്തെറിച്ച് കരച്ചിലായി പുറത്തു വരാം. ഇത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. ചെറിയ കാര്യങ്ങളുടെ ഭാരം. വലിയൊരു സംഭവം ജീവിതത്തിൽ ഇല്ലായിരിക്കാം, എന്നാൽ ദൈനംദിന ജീവിതത്തിലെ ചെറിയ സമ്മർദ്ദങ്ങൾ, ഉത്കണ്ഠകൾ, നിരാശകൾ എന്നിവയെല്ലാം കൂടിച്ചേർന്ന് വലിയ ഭാരമായി മാറിയിട്ടുണ്ടാവാം. ഒരു ദിവസം സാധാരണ ചെയ്യുന്ന ജോലികൾ, ചെറിയ തർക്കങ്ങൾ, സമയക്കുറവ് തുടങ്ങിയവയെല്ലാം ചേർന്ന് മാനസിക സമ്മർദ്ദത്തിൻ്റെ നില വർദ്ധിപ്പിക്കുകയും ഒരു പ്രത്യേക നിമിഷത്തിൽ നിയന്ത്രണം വിട്ട് കരച്ചിലായി പുറത്തു വരികയും ചെയ്യാം. ഒറ്റപ്പെട്ട ഇത്തരം അനുഭവങ്ങൾ സാധാരണമാണ്, എന്നാൽ ഇത് ഇടയ്ക്കിടെ സംഭവിക്കുകയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ബന്ധങ്ങളെയും ജോലിയും കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ഒരു കാരണവുമില്ലെന്ന് തോന്നിയാലും ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്താനും ശരിയായ ചികിത്സ തേടാനും സാധിക്കും. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ആശ്വാസം നൽകുകയും പരിഹാരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഓർക്കുക, ഇത് ഒരു സാധാരണ പ്രശ്നമാണ്. ഇതിന് സഹായം തേടുന്നത് ഒരു ബലഹീനതയല്ല,